പേര് ജോമോൻ. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുൻപ് ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ, അതായത് 5ാം ക്ലാസ് മുതൽ തന്നെ സ്ഥിരമായി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പള്ളിയോടും മറ്റുമാരോടൊക്കെയായി ചേർന്ന് ജീവിച്ച് വളരുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. 10ന് ശേഷം വളരെ ഭക്തസംഘടനകളിലായാലും പള്ളിയിലായാലും വളരെയധികം ആക്റ്റീവായി നിൽക്കുകയും ക്രിസ്തീയ വിശ്വാസം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ. സഭയുടെ പ്രബോധനങ്ങളായാലും UCAT, CCC മുതലായ സകല പ്രബോധനങ്ങളും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടായാലും ഞാൻ കരുതിയിരുന്നത് ഞാൻ ആത്മീയമായ ഒത്തിരി ഉന്നതിയിലാണ്. എൻ്റെ ചുറ്റുമുള്ളവരായാലും എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ ഇടവകയിലുള്ളവരായാലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്ര പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന ആ ലെവലിലല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇങ്ങനെ ജീവിച്ചു പോയിരുന്ന ഞാൻ ഡിഗ്രിയിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു. അതിനുശേഷം ഞാൻ PG പഠിക്കാൻ പോകുന്നു. PG പഠിക്കാനായിട്ട് ഞാൻ ഗോവ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്ത് പോകുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് ഫിലോസഫിയിലാണ്, BA ഫിലോസഫി. PG ഞാൻ ചെയ്തത് MA ഫിലോസഫിയിലാണ്. ഗോവയിൽ ഞാൻ പഠിക്കാൻ പോയ ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഗ്രാഫ് വളരെയധികം താഴെ പോയി. ഒരുപക്ഷെ ഞാൻ ലോകത്തിൻ്റെ വഴിയിലേക്ക് നടന്നു കയറിയൊരു സമയമായിരുന്നു. അതായത് ഒരു തരത്തിലൊരു ദിവസം പോലും പള്ളിയിൽ പോകാതെ, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ, 2 വർഷത്തിലൊരിക്കൽ പോലും കുമ്പസാരിക്കാതെ ഞാൻ ആ 2 വർഷം പഠിച്ചു പോയി. എൻ്റെ മെറിറ്റിലും എൻ്റെ കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ച് ലോകത്തിൻ്റെ വഴിയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര നാളും ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ദിവസം പള്ളിയിൽ പോയതും വിശ്വസിച്ചതും വിശ്വാസ പരിശീലനം നേടിയതൊക്കെ വെറുതെ ആയിരുന്നു. ആ സമയമൊക്കെ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊരു ബെറ്റർ പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. PG കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഞാൻ പുറത്ത് പോയി പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പുറത്ത് പോകാനായിട്ട് ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലെ കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി. വളരെ ഈസി ആയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. വിസ പ്രോസസ്സിന് പോയിപ്പോൾ യൂണിവേഴ്സിറ്റി നേരിട്ട് വിസ ഓഫീസറിനെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വിസയ്ക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ വർഷമാണിത്, ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്കൊരു 5 ലക്ഷം രൂപ എനിക്ക് ഷോമണിയായി കാണിക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ഈ 5 ലക്ഷം രൂപ കിട്ടാനായിട്ട് എൻ്റെ കയ്യിൽ ഒറ്റ രൂപയും ഉണ്ടായിരുന്നില്ല. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ആ 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചത്. എന്നിട്ട് ഈ 5 ലക്ഷം രൂപയായിട്ട് വിസ സബ്മിറ്റ് ചെയ്ത് എൻ്റെ സെപ്റ്റംബറിൽ 18-ാം തീയതി എൻ്റെ ക്ലാസ് തുടങ്ങി. പക്ഷേ എനിക്ക് വിസ വന്നില്ല. ഒക്ടോബർ 18 കഴിഞ്ഞിട്ടും എനിക്ക് വിസ വന്നില്ല. പക്ഷെ അതിന് ശേഷം എനിക്ക് വിസ റിജക്ഷനായിട്ട് എനിക്ക് റീസൺ പോലും എക്സ്പ്ലെയിൻ ചെയ്യാതെ എനിക്ക് വിസ റിജക്ഷനായി വന്നു. പ്ലസ് എനിക്ക് അപ്പീലിന് പോലും പോകാൻ കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ശരിക്കും ഞാൻ തകർന്നു. അതായത് എൻ്റെ ആ മെറിറ്റിൽ ഞാൻ ആശ്രയിച്ച് അത്ര കാലം ജീവിച്ചിരുന്ന ഞാൻ, ആ 3 വർഷം ജീവിച്ചിരുന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു. ഞാൻ തിരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷേ സഭയോടും സഭയുടെ ആ വിശ്വാസ ജീവിതത്തോടുമുള്ളൊരു ഒരു അകൽച്ച എന്നിൽ നിന്ന് മാറിയിരുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ചോദിക്കുമായിരുന്നു, എന്തിനാ സ്ഥിരമായി പള്ളിയിൽ പോകേണ്ട ആവശ്യം, എന്തിനാണ് വിശ്വാസം ഇങ്ങനെ പരിശീലിക്കേണ്ട ആവശ്യം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലേ എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലായിരുന്നു ഞാൻ നടന്നു പോകേണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ IELTS എക്സാം എഴുതി. IELTS എക്സാമിന് നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ എപ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്താലും എനിക്ക് 8 എന്ന് പറഞ്ഞ ബാൻഡ് സ്കോറിന് താഴെ സ്കോർ പോവില്ല. കാരണം എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഭയങ്കര ബോധ്യത്തിലായിരുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ IELTS എക്സാം എഴുതിയപ്പോൾ എനിക്ക് ബാക്കി എല്ലാ മൊഡ്യൂളും, റീഡിങ് ഒഴികെ ബാക്കി എല്ലാ മൊഡ്യൂളും ഭയങ്കര ഈസി ആയിരുന്നു. റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് 40 ചോദ്യമാണ് ഒരു മൊഡ്യൂളിലുണ്ടായിരിക്കുക. റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് 32 ക്വസ്റ്റ്യൻ ആണ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 32 ചോദ്യം റെഡി ആകുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ബാൻഡ് സ്കോർ എനിക്ക് എത്തില്ല എന്ന് ഉറപ്പായി. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ വർഷങ്ങളായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ ഞാൻ ഭയങ്കര കൂളായിരുന്നു. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു ടെസ്റ്റും കൂടി എടുത്തു കഴിഞ്ഞ് സിമ്പിളായിട്ട് ഇത് പാസ്സാവാന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ സാക്ഷ്യം പറയാൻ തയ്യാറാണെങ്കിൽ ഈ പരീക്ഷയിൽ തന്നെ നിനക്ക് നല്ല മാർക്കോട് കൂടി നിനക്ക് പാസ്സാവാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ അമ്മോട് ഒരു വിടുവായ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാണ്, മാതാവ് എന്താ ചെയ്യണേന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു.
റിസൾട്ട് വന്നപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു, ഒരു കോൺഫറൻസിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7 ബാൻഡ് വന്നു, 7 ബാൻഡ് സ്കോർ, ഓവറോൾ 7 ബാൻഡ് സ്കോർ, റീഡിങ്ങിലും 7 ബാൻഡ് സ്കോർ. റീഡിങ്ങിൽ 7 ബാൻഡ് സ്കോർ അക്കാദമിക്കിൽ കിട്ടണമെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള ആ 32 ചോദ്യം ശരിയാവണം. എനിക്ക് ആ 32 ചോദ്യം ശരിയായി മാതാവ് എനിക്ക് ശരിയാക്കി തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. എനിക്ക് ആ ഒരു മാതാവിനുള്ള ഭക്തിയും വിശ്വാസവും തിരികെ വന്നു തുടങ്ങി. പക്ഷേ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചില്ല. പിന്നീട് ഞാനിങ്ങനെ പുതിയ ഈ വർഷത്തെ അക്കാദമിക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു തുടങ്ങി. ഞാൻ ഫ്രാൻസിലും ഇറ്റലിയിലുമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇപ്രാവശ്യം അഡ്മിഷൻ വെച്ചു. അഡ്മിഷൻ വെച്ച് ഞാൻ കഴിഞ്ഞ വർഷം വെച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയേക്കാളും കഴിഞ്ഞ വർഷം ഞാൻ വെച്ച യൂണിവേഴ്സിറ്റി 1200 റാങ്കിങ് ആണ് QS വേൾഡ് റാങ്കിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നത്, ക്രൊയേഷ്യയിലത്തെ. ഈ വർഷം മാതാവ് ഇറ്റലിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് മിലാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ 250 റാങ്കിൽ QS വേൾഡ് റാങ്കിങ്ങിലേക്ക് എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു നല്ലൊരു കോഴ്സിന്, മാസ്റ്റേഴ്സ് കോഴ്സിന് അഡ്മിഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞ് ഇനി ബാക്കി നമ്മുടെ വിസ പ്രോസസ്സിംഗ് ആണ്. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ബുദ്ധിമുട്ട് അപ്പോഴാണ് ശരിക്കും ടെൻഷനായി ഇറങ്ങിയത്. അഡ്മിഷൻ എടുക്കുന്നവരെ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മെറിറ്റ് നടക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചൊരു പ്രാർത്ഥനയാണ്. എനിക്ക് കൃത്യമായിട്ട് വിസയുടെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും അതിനാവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി ശരിയാവാനും എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് എനിക്ക് മിലാനിൽ പോയി പഠിക്കാനും സാധിക്കണം. ഇതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം. ഈ നിയോഗം വെച്ച് ബാക്കി നിയോഗങ്ങളും ഉണ്ടായിരുന്നു. ഈ നിയോഗം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു പോയത്. മിലാൻ്റെ നമ്മൾ ഇറ്റലിയുടെ വിസയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻ്റാണ് പ്രീ എൻറോൾമെൻറ്റ് സമ്മറിയും DOV എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റും. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2 ആഴ്ച മുൻപ് ഞാൻ ഈ പ്രീ എൻറോൾമെൻറ്റിൻ്റെ അപ്ലിക്കേഷൻ വെച്ചിരുന്നു. അത് നമുക്ക് ഒരു വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു തവണയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം യൂണിവേഴ്സിറ്റി നമുക്കൊരു സർട്ടൈൻ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് തരും. ഇത് നമ്മൾ മിലാൻ ഇറ്റലിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. യൂണിവേഴ്സിറ്റി 5 സർട്ടിഫിക്കറ്റ് പറഞ്ഞു. എൻ്റെ അശ്രദ്ധ മൂലം ഞാൻ അതിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ശരിക്കും വെച്ച് ബാക്കി 4 സർട്ടിഫിക്കറ്റും എൻ്റെ അശ്രദ്ധ മൂലം തെറ്റായ രീതിയിൽ ഞാൻ വെച്ച് ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടി ഇവിടെ എടുക്കാൻ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. കാരണം ഇത് ശരിയായാലാണ് എനിക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും DOVക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. DOV കിട്ടിയാലാണ് എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 5ാമത്തെ ദിവസം എനിക്ക് പ്രീ എൻറോൾമെൻറ്റ് സമ്മറി വന്നു, എനിക്ക് മെയിലായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷേ അടുത്ത പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ VFSൽ വിസ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എടുത്തിരുന്നു. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രീ എൻറോൾമെൻറ്റിൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ചയായിരുന്നു, 27-ാം തീയതി. പക്ഷേ ഞാൻ DOVക്ക് അപ്ലൈ ചെയ്യണം. DOVയുടെ ഒരു മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് 21 ദിവസം മുതൽ 30 ദിവസം വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ DOVക്ക് അപ്ലിക്കേഷൻ വെച്ചു. DOVക്ക് അപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്ത് 3ാമത്തെ ദിവസം എനിക്ക് DOV അപ്ലിക്കേഷൻ വന്നു, DOVയുടെ റിസൾട്ട് വന്നു. പക്ഷേ ഞാനപ്പോഴും എൻ്റെ ടെൻഷനും ഉണ്ട്. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27-ാം തീയതിയാണ് വിസയ്ക്ക് വെക്കേണ്ടത്, എനിക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തലേ ദിവസം വരെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ദിവസം മുൻപ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും, അതായത് ഞാൻ DOVക്ക് വെച്ച് 2ാമത്തെ ദിവസം വരെയും എനിക്ക് ഇത് വരാതായപ്പോൾ ഞാൻ വിചാരിച്ചോ ഇനി മാധവ് ചിലപ്പോൾ എനിക്കിപ്പോൾ വിസയ്ക്ക് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വിസയുടെ അപ്ലിക്കേഷൻ വെക്കുന്ന ഡേറ്റ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് ഓഗസ്റ്റ് 4-ാം തീയതിക്ക് വെച്ചു. ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതിക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് DOV വന്നു. സത്യത്തിൽ എനിക്ക് പറഞ്ഞ 27-ാം തീയതി തന്നെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ DOV വന്നു, 3 ദിവസത്തിൽ DOV വന്നു. ഇനി ഇതിൽ അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റലിക്ക് വിസയ്ക്ക് നമുക്ക് ഷോമണി 14 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ നമ്മൾ ടിക്കറ്റ് പ്രൈസുമായിട്ട് നമ്മൾ കാണിക്കണം. ഇത്രയും രൂപ കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കറിയാം, എൻ്റെ കുടുംബത്തിനും അറിയാം. അപ്പോൾ ഈ ഒരു 16 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു മാതാവ് എനിക്ക് 16 ലക്ഷം രൂപ തരുന്നു. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും ഞങ്ങൾ കുടുംബം എൻ്റെ ബന്ധുക്കളോടല്ല, പക്ഷേ നമ്മൾ ചോദിക്കുന്ന പരിചയക്കാരോട് ചോദിക്കുന്നവരൊക്കെ ആയിട്ട് 2-3 ലക്ഷം രൂപയൊക്കെ ആയിട്ട് ഈ 16 ലക്ഷം രൂപ എനിക്ക് ദൈവം മാതാവ് നൽകി സഹായിച്ചു. 16 ലക്ഷം രൂപ നൽകി സഹായിച്ചു. അപ്പോഴും എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ക്ലിയറായി. കാരണം കഴിഞ്ഞ വർഷത്തെ വിസ റിജക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് കൃത്യമായിട്ടൊരു പിഴവ് പോലും വരരുതെന്ന് വിചാരിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമാക്കി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ഒരു എക്സ്റ്റേണൽ ഏജൻസിയോട് അഭിപ്രായം ചോദിച്ചേക്കാം, എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും വിചാരിച്ച്
ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അവർക്ക് പൈസ കൊടുത്ത് ഞാൻ അവരോട് ചെക്ക് ചെയ്യിപ്പിച്ചു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത 90% ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ ഷോമണി 16 ലക്ഷം രൂപ നമ്മൾ കാണിക്കണത് അതിൻ്റെ കൃത്യമായൊരു ഇൻകം സോഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റണം. ഈ ഇൻകം സോഴ്സ് നമ്മുടെ വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയോ ലോക്കൽ ഗാർഡിയൻ്റെയോ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ അനുസൃതമായിട്ടുള്ളതായിരിക്കണം. എനിക്ക് തന്നിരിക്കുന്ന 16 ലക്ഷം മാതാവ് എന്താണ് എനിക്ക് പറയാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാതാവാണ്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു ഇതാണ്, എൻ്റെ സോഴ്സ് ദൈവമാണ്, എനിക്ക് ആ ദൈവം ഇത് നടത്തി തരും, ശരിയാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ വിശ്വാസം പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തിരിച്ചു തന്നു. ഞാൻ കൃത്യം 4-ാം തീയതി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന അന്ന് തന്നെ വിസ ഓഫീസറുമായിട്ട് എംബസിയിൽ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നടക്കുമ്പോഴും വിസ ഓഫീസറും ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു വന്ന് അവസാനം കൊണ്ട് പറഞ്ഞു. ഷോമണിയുടെ കാര്യം എത്തിയപ്പോൾ വിസ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൾ പറഞ്ഞു ഇത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ ഫ്രാങ്കായി പറയുകയാണ്, ഇത് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇറ്റലിയുടെ നിയമം അത്രയും സ്ട്രോങ് ആണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൻ്റെ കാര്യത്തിൽ. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ താങ്ക് യു പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവ് 8 എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും കുർബാനയിൽ നിൽക്കുമ്പോഴായാലും 8 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്കിങ്ങനെ ഒരു സംഖ്യ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ 4-ാം തീയതി വിസ ചോദിച്ചപ്പോൾ ഉറപ്പാണ് ഓഗസ്റ്റ് 8-ാം തീയതി ആയിരിക്കും വിസ വരുന്നുണ്ടാവുക. ആ 8 ആയിരിക്കും എനിക്ക് മാതാവ് കാണിച്ചു തരുന്നുണ്ടാവും. ഞാനിങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 8 കഴിഞ്ഞിട്ടും വിസ വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, വെറുതെ എനിക്ക് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വെറുതെ തോന്നിയതാണ് ഞാൻ വിചാരിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ വിസ ഓഫീസർ പറഞ്ഞതിൻ്റെ തലേ ദിവസം എൻ്റെ ഏജൻസി പറഞ്ഞല്ലോ എനിക്ക് വിസ കിട്ടില്ല എന്ന് അവർ പറഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 21-ാമത്തെ വാക്യം, മനുഷ്യരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കണ്ട. ഇതായിരുന്നു ആ വചനം. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു അവർ പറയുന്നത് നോക്കണ്ട, എനിക്ക് വിസ കിട്ടുന്നു. പിന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ 8 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോൾ 8-ാം തീയതി വിസ വരാതായപ്പോൾ ഞാൻ വിചാരിച്ചു വരുമായിരിക്കും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടി, ഞാൻ വീട്ടിൽ യൂട്യൂബിൽ ഇങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടമ്പടി ധ്യാനം കഴിഞ്ഞ വഴിക്ക് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ വരാണ്. യൂണിവേഴ്സിറ്റി മിലാൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഈ 8 ലക്ഷം രൂപ ഫസ്റ്റ് ഇയറിനാണ്. സെക്കൻഡ് ഇയറിന് എനിക്ക് ഈ പൈസ റിന്യൂ ചെയ്ത് അടുത്തൊരു 8 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ 8 എന്ന് പറയുന്ന സംഖ്യ അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ആ സ്കോളർഷിപ്പ് മാതാവ് നൽകിയപ്പോൾ ഞാൻ അത്രയും സന്തോഷിച്ചു. അതിനുശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ അതേപോലെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കൃത്യമായി ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ മെയിലും മെസ്സേജും ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻ എനിക്ക് കേൾക്കാണ്ട്. പക്ഷെ ഞാൻ തുറന്നു നോക്കിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വന്ന മെയിലായിരുന്നു VFS എൻ്റെ വിസയല്ല, എൻ്റെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ ഡിസ്പാച്ച് ആയിട്ടുണ്ട്. പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തുറന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വിസ വന്നു എനിക്ക്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്കതിൽ കൃത്യമായ വിസയായിരുന്നു. ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടിയിലും ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവമായി പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ഉടമ്പടിയിൽ പറഞ്ഞേക്കണ നിയമാവലിയിൽ എന്ത് പറഞ്ഞേക്കണോ അത് മാത്രം ചെയ്യൂ. ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണമെന്ന് എൻ്റെ അമ്മ പറയും, ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണം, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല. അച്ഛന്മാർ ധ്യാനത്തിലും പ്രാർത്ഥനയിലും പറയുന്നല്ലാതെ എവിടെ എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മാതാവ് ഇത് എനിക്ക് ചെയ്യുന്ന ആ ഒരു ബോധ്യത്തിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആത്മീയമായൊരു ബോധ്യം വന്നതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പ് വന്ന ഞായറാഴ്ച ആ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സ്കോളർഷിപ്പ് വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വിസയും വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടി ധ്യാനമായാലും സാക്ഷിയായാലും ഷെയർ ചെയ്യുക എനിക്ക് അത്രയും മെറിറ്റ് കുറച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ വാട്സപ്പിലായാലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെയുള്ളവരും എൻ്റെ പരിചയക്കാരും എല്ലാവരും എന്ന് പറയുന്നത് ഇതുപോലെ തത്വശാസ്ത്രവും ഫിലോസഫിയും അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരുമാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും ഫിലോസഫി റിലീജിയൻ എന്ന് പറഞ്ഞ പേപ്പറും ഇതിലൊക്കെ വളരെ ക്രിറ്റിസിസായിട്ട് ഞാൻ സഭയിനും വിശ്വാസത്തെയൊക്കെ ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ആർട്ടിക്കിൾ എഴുതിയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു സാക്ഷി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവര് ഞാൻ അത്ര നാളുണ്ടാക്കി വെച്ചൊരു ബിൽഡപ്പ്, എനിക്കുള്ള ഒരു അക്കാദമിക് ബിൽഡപ്പും സകലത അവിടെ തകർന്നടിയുന്നവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ 2 ആഴ്ചയിൽ ഞാൻ സാക്ഷ്യം ഷെയർ ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മെറിറ്റ് നോക്കാതെ ഞാൻ സാക്ഷ്യം ഷെയർ ചെയ്തത് എന്നാണോ അന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. അതുപോലെ എൻ്റെ മെറിറ്റ് നോക്കാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സകലരെയും ഞാൻ അത്രയും പള്ളിയിൽ ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് എനിക്ക് നന്നായി അറിയുമായിരുന്നു. അപ്പോൾ എനിക്ക് കംഫർട്ടായിരുന്ന വീടുകളിലായിരുന്നു ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ഒരു കംഫർട്ട്നെസ്സും ഞാൻ ഭേദിച്ച് എനിക്ക് കംഫർട്ട് അല്ലാത്ത വീടുകളിലും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തു. അതുപോലെ സാക്ഷ്യം ഷെയർ ചെയ്യുകയും ഇതുപോലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ എൻ്റെ മെറിറ്റിനെ ഞാൻ ഡീമെറിറ്റാക്കി കാണിച്ചപ്പോഴാണ് മാതാവ് എനിക്ക് അനുഗ്രഹം നൽകിയത്. ആ ഒരു മെറിറ്റ് അല്ല, ബട്ട് മൈ ഗ്രേസ് ആണ് എനിക്ക് ഈ അത്ഭുതം മാതാവ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ മിലാനിലേക്ക് പോവുകയാണ്. ദൈവത്തിനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിനെ അനുഗ്രഹിച്ചതിനും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനും എന്നിലൂടെ ഈ ഒരു സാക്ഷ്യം പറയാൻ ഈ അൾത്താരിൽ നിൽക്കാൻ സാധിച്ചതിനെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.